അന്ന് ഭൂതബാധിതനെ യേശു മോചിപ്പിച്ചപ്പോൾ അവൻ സുബോധമുള്ളവനായി തീർന്നപ്പോൾ ആ നാട്ടിലെ ജനങ്ങൾ തങ്ങളുടെ അതിർ വിട്ടു പോകുവാൻ യേശുവിനോട് അപേക്ഷിച്ചു. കാരണം ഒരുപാട് പന്നികളെ അവർക്ക് നഷ്ടപ്പെട്ടിരുന്നു. അതുപോലെ മാനസാന്തരപ്പെട്ട് തിരിച്ചു വന്ന മുടിയനായ പുത്രനെ പിതാവ് സ്വീകരിച്ചപ്പോൾ തൻ്റെ മരിച്ചവനായിരുന്ന സഹോദരൻ ജീവനുള്ളവനായി തിരിച്ചു വന്നതിൽ മൂത്ത സഹോദരനെ സന്തോഷിക്കാനായില്ല. ഒരുപക്ഷെ തൻ്റെ സമ്പത്ത് നഷ്ടപ്പെടുമോ എന്ന ഭയമായിരുന്നിരിക്കാം അതിന് കാരണം. സ്നേഹിത, ഇന്ന് അപ്പൻ്റെ സമ്പത്ത് മുഴുവൻ നശിപ്പിച്ച് നമ്മുടെ സഹോദരൻ മാനസാന്തരപ്പെട്ട് തിരിച്ചു വരികയാണെങ്കിൽ നമുക്കവനെ സ്വീകരിക്കാനാവുമോ? നമുക്കതിൽ സന്തോഷിക്കാനാവുമോ? കഴിയുമെങ്കിൽ നമ്മൾ ദൈവമക്കളാണെന്ന് പറയാം. ഇല്ലെങ്കിൽ മുടിയനായ പുത്രൻ്റെ മൂത്ത സഹോദരനും നമുക്കും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ലെന്ന് കരുതാം. മാത്രമല്ല, പിതാവിൻ്റെ ആനന്ദത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുമില്ല. അതെ, ഈ ചെറിയവരിൽ ഒരുത്തൻ പോലും നശിച്ചു പോകുവാൻ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല. മത്തായി 18:14 എന്ന് നമ്മുടെ കർത്താവ് പറഞ്ഞത് നമ്മൾ ഓർക്കുന്നത് നല്ലതാണ്.